ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. മസാലകളെല്ലാം ബീഫിലേക്ക് ഡയറക്റ്റായിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് പുരട്ടി വെക്കാം. മസാലകളെല്ലാം ചേർത്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയോട് ചേർത്ത് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം. സവാള വളരെ ചെറുതായിട്ട് അരിയുന്നതാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. സാധാരണ കൊച്ചുള്ളി ചേർത്താലും മതി, കൊച്ചുള്ളിയാണ് ഏറ്റവും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ കടുക് പൊട്ടിച്ച് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യം ചേർത്ത മസാലകളെല്ലാം വീണ്ടും ചേർക്കണം. കാരണം നമ്മൾ ആദ്യം ബീഫിൽ കുറച്ച് മസാലകളെ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടെ ഇട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ. സവാള വഴറ്റി ആ മസാലയും കൂടി ചേർത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടുന്നത്. കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ നല്ല ഒരു ഫ്ലേവർ ഇങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടും. കുറച്ച് നേരം അടച്ച് വെച്ച് ബീഫിലുള്ള വെള്ളം മുഴുവനും ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് മാറ്റി ഒരു 3-4 വിസിൽ കൊടുത്താൽ മാത്രമേ നല്ല മുണക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ബീഫ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനിയും വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യണം. നമ്മളിത് ഒരുപാടങ്ങ് ഫ്രൈ ആക്കുന്നില്ല, കുറച്ചൊരു റോസ്റ്റ് പരുവത്തിന് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാവുന്ന പരുവത്തിനാക്കിയെടുക്കുന്നത്. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി അധികമായിട്ട് ചേർക്കണം. കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലയും കൂടെ നല്ല മുളക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നല്ല വെളിച്ചെണ്ണയുടെ മണവും നല്ല മുളക് കറിവേപ്പിലയുടെ മണവും ഒരു ഫ്ലേവറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ചോറിനോടൊപ്പമോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒപ്പം നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.